എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഉൽപ്പത്തി 22-ന്റെ 11-12 വാക്യങ്ങൾ. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവം നൽകിയ വാഗ്ദത്തത്തിനായി സംശയമില്ലാതെ കാത്തിരുന്ന മനുഷ്യൻ. വയസ്സ് അധികരിച്ചു വന്നിട്ടും ജീവശാസ്ത്രപരമായി ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യതകൾ അസ്തമിച്ചിട്ടും ദൈവത്തിൻ്റെ വാക്കും വാഗ്ദത്തവും മുഴുവനായി വിശ്വസിച്ച് കാത്തിരുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ലഭിച്ച മകൻ, ആ മകനെ താലോലിച്ചും സ്നേഹിച്ചും വളർത്തി പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഇടിത്തി വീണതുപോലെ മറ്റൊരു പരീക്ഷണത്തിലേക്ക് ദൈവം അവനെ തള്ളിവിടുന്നത്. പഴയ നിയമ സങ്കല്പങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും പാപമോചനത്തിനുമായി വ്യത്യസ്ത രീതിയിലുള്ള ബലികൾ നിലനിന്നിരുന്നു. ഒരു നരബലിയിലേക്ക് അബ്രഹാമിനെ ദൈവം തള്ളിവിടുന്നു എന്ന് വിമർശിക്കുന്നവരും ഉണ്ടാകാം. സ്വന്തം മകനെ ബലി കഴിക്കാൻ നിർബന്ധിക്കുന്ന ദൈവത്തോടുള്ള അബ്രഹാമിൻ്റെ പ്രതികരണം, അത് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ മാറ്റ് ഉരയ്ക്കപ്പെടുന്ന രംഗമാണ്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാൻ സാധിക്കുക? ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതെല്ലാം പകുത്ത് നൽകാനുള്ള ഒരു ആർജവം നമുക്കുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നൽകാൻ സാധിക്കുമോ എന്നത് ചിന്തനീയമാണ്. 22-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ്: അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്നാണ് തുടങ്ങുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നൽകപ്പെടുന്ന പുസ്തകം നന്നായി അപഗ്രഥിക്കേണ്ടത് അനിവാര്യമാണ്. പരീക്ഷയിലൂടെ മാത്രമേ പ്രമോഷൻ ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പരീക്ഷ വേണ്ട എന്ന് ശഠിക്കുന്ന വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഈ വർഷം ഞാൻ പരീക്ഷ എഴുതില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവർ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തവരാണെന്ന് തെളിയിക്കുകയാണ്. മുൻപോട്ടുള്ള പ്രയാണത്തിൽ പ്രമോഷന് മുൻപ് പരീക്ഷ അനിവാര്യമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തെ കുറച്ചുകൂടെ തെളിമയുള്ളതാക്കി മാറ്റാൻ ദൈവം അവനെ ഒരു പരീക്ഷയിലൂടെ കടത്തിവിടുന്നു. പരീക്ഷയിൽ തോറ്റുപോകാതിരുന്ന അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ് എന്ന ഒരു നാമധേയത്താൽ അറിയപ്പെടുന്നത്. ഇവിടെ പറയുന്നു, ഒരു ദൂതൻ അബ്രഹാമിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. ദൈവദൂതന്മാരെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചുമൊക്കെയുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടും സങ്കല്പവും മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ചില തോന്നലുകളൊക്കെ ദൈവ
ദൂതന്മാർ നമ്മളോട് ഇടപെടുന്നതായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പഴയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുന്നതായി കാണുന്നു. പുതിയ നിയമത്തിലും ദൈവദൂതൻ അപ്പോസ്തലന്മാരുമായി ഇടപെടുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ചില വഴിത്തിരിവുകളെ നമുക്ക് ഒന്ന് കണക്റ്റ് ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ, ഇങ്ങനെ ദൈവദൂതൻ എന്ന പദം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ദൈവം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മെ വിളിക്കുന്നുണ്ട്. ആ പരീക്ഷ പാസ്സായാൽ നമുക്കൊരു പ്രമോഷനുണ്ട്. ജീവിതത്തിൻ്റെ ആത്മീയ പാഠശാലയിലെ പരീക്ഷകളെ അതിജീവിക്കാനുള്ള കരുത്ത് വിശ്വാസ തീവ്രതയാൽ ലഭിക്കണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് ശോധനകളിലൂടെയാണ് നമ്മൾ മാറ്റുരയ്ക്കപ്പെടുന്നത്. ദൈവകരങ്ങളിൽ കൊള്ളാവുന്ന ആയുധമായി നമ്മൾ തീരുന്നത് അങ്ങനെയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ തലമുറകളുടെ ജീവിതങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷകൾ ദൈവാശ്രയത്തിൽ നിലനിന്ന് നേർമുഖമായി അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കരുത്ത് ദൈവം നമുക്ക് നൽകും. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. സാധ്യതകളുടെയും നന്മകളുടെയും പുതിയ ഒരു പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അനവരതമായ കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. ലജ്ജിതരായി പോകാതെ, ശ്വാസജീവിതത്തിൽ പതറാതെ, തോൽക്കാതെ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത അങ്ങയുടെ സാന്നിധ്യത്തിലും കൃപയിലും ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ നടത്തണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.